വിജിൻ, ഒരു പ്രശ്നം കൂടി. കാരണം ഇത് നമുക്കറിയാം, നമ്മുടെ ഈ ബജറ്റ് ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഹൈക്കോടതിയിൽ ഇന്ന് കേന്ദ്രം പറഞ്ഞിരിക്കുകയാണ് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട ആ ഫണ്ട്, പാക്കേജിനുള്ള ഫണ്ട് കേരളം തന്നെ കണ്ടെത്തണം. അവിടെയാണ് ഈ 2221 കോടിയാണ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് സർക്കാർ കണക്കാക്കി കൂട്ടിയിരിക്കുന്ന തുക. 750 കോടി രൂപയാണ് ഈ ബജറ്റിൽ ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനെ വകയിരുത്തുകയും ചെയ്തത്. ഇവിടെയാണ് ഒരു മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം എന്ന് പറയുന്നത് വേണ്ടിവരിക. നമ്മുടെ തനത് ഫണ്ട് വരുന്നുണ്ട്, തനത് ചെലവുകൾ വരുന്നുണ്ട്, അതിനും പുറത്തേക്കാണ് ഇത്തരം ദുരന്തങ്ങൾ വരുന്നത്. 750 കോടി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ കേന്ദ്രം ഞെരുക്കുമ്പോൾ 750 കോടി അല്ലെങ്കിൽ 2221 കോടി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വലിയ തരത്തിലൊരു പ്രതിസന്ധി സൃഷ്ടിക്കും. പക്ഷേ അവിടെയും ഒരു ക്ഷേമ പ്രവർത്തനവും സർക്കാർ മുടക്കുന്നില്ല. അവിടെ നമുക്കറിയാം, ഈ ദിവസ വരുമാനക്കാർക്ക് അടക്കം 5% വർധന വരുത്തുകയാണ്. വലിയ തരത്തിൽ ഒരു തരത്തിലും ജനങ്ങൾക്ക് ഭാരമാകുന്ന ഒരു നികുതി നിർദ്ദേശവും, അതാണ് പറയേണ്ടത്, നികുതി നിർദ്ദേശവും അടിച്ചേൽപ്പിക്കുന്നത് എന്നുകൂടി എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ നേരത്തെ വിജിൻ പറഞ്ഞതുപോലെ ഈ വരുമാനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ വരുമാനം വരുമാനത്തിൽ നിന്നാണ് 63% ചെലവഴിക്കുന്നത്. ഇങ്ങനെ ഒരു തരം, എനിക്ക് തോന്നുന്നു ഒരു മാജിക്ക് തന്നെ കേരളം കാണിക്കുന്നുണ്ട് ഈ ബജറ്റുകളിലെല്ലാം ഇത്തവണയും. അല്ല, തീർച്ചയായും അതിൽ മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കേരളം കണ്ടതിൽ വെച്ച്, ഒരുപക്ഷെ ഇന്ത്യ സമീപകാലത്തിൽ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. അപ്പോൾ വയനാട് മുണ്ടക്കൈയിലുണ്ടായ ആ ദുരന്തം, അത് നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് കൂടി ഉത്തരവാദിത്തമാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് കാണിച്ച അവഗണനയെക്കുറിച്ചെല്ലാം വളരെ ശക്തമായി തന്നെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെ വന്ന് കുഞ്ഞിലെ കയ്യിലെടുത്ത് ഒരു നാടകം നടത്തി ഫോട്ടോ പ്രചരിപ്പിച്ചതിനപ്പുറം മുണ്ടക്കൈ ദുരന്തവും നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ ഒരു തുക പോലും, ഒരു രൂപ പോലും കേന്ദ്രം ഇതുവരെയായിട്ട് അനുവദിക്കുന്ന നിലയുണ്ടായിട്ടില്ല. പക്ഷേ കേരളം അവിടെയും തകരുന്നില്ല. അതാണ് കേരളത്തിൻ്റെ പ്രിയങ്കനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഗവൺമെൻറ്, അത് ഈ ബജറ്റിൽ അതാണ് കണ്ടത്, 750 കോടി രൂപ വയനാട് മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട നമ്മുടെ പാക്കേജിന് പ്രത്യേകമായി അതിൻ്റെ അനുവദിക്കുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ, അതാണ് അങ്ങ് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഒരു ഘട്ടത്തിലും കേരളത്തിലെ ക്ഷേമ പദ്ധതികൾക്കോ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനോ നവകേരളം സൃഷ്ടിക്കുന്നതിന് ഒരു തടസ്സവും കേന്ദ്രം കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ DA വിഷയം, ജീവനക്കാരുടെ DA പ്രശ്നത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്തു. അത് കൃത്യമായി അഡ്രസ്സ് ചെയ്തു. ആ പ്രശ്നത്തിന് ഈ ബജറ്റിലൂടെ പരിഹാരം ഉണ്ടാകുകയാണ്. അതോടൊപ്പം ഇവിടെ അങ്ങ് പ്രത്യേകം എടുത്തു പറഞ്ഞു, വേതന കരാറുകാരായ ജീവനക്കാർക്ക് അവർക്ക് 5% അവരുടെ വർധനവ് വരുത്തുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കണക്കുകൾ എടുത്തു നോക്കിയാൽ പതിനായിരക്കണക്കിന് ആളുകളുണ്ടാവും ആ മേഖലയിൽ തൊഴിലെടുക്കുന്നത്. ആ തൊഴിലെടുക്കുന്ന ആളുകൾ എന്ന രീതിയിലല്ല, കുടുംബങ്ങളെ വെച്ച് നോക്കുമ്പോൾ ദിവസവേതനത്തിൽ തൊഴിലെടുക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങൾക്ക് എണ്ണം നോക്കുമ്പോൾ അത് ലക്ഷക്കണക്കിലേക്ക് പോകും. അതിൻ്റെ എഫക്റ്റ് ലഭ്യമാകാൻ പോകുന്നത്, അത് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു പദ്ധതിയുടെ ഒരു പ്രഖ്യാപനമാണ് ഇവിടെ ഉണ്ടായത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖല എടുത്തു നോക്കുക. ആരോഗ്യ മേഖലയിൽ അതിൽ വളരെ പ്രധാനമായ തുകകളാണ് ഗവൺമെൻറ് മാറ്റി വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോഷകാഹാര മേഖലക്ക് 562 കോടി ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ലൈഫ് എന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ മറ്റേത് ഗവൺമെൻറ്റുണ്ട് ഒന്ന് നോക്ക്, 5 ലക്ഷം സ്വപ്നങ്ങളാണ് സാക്ഷാത്കാരം. ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് അടച്ചുറപ്പുള്ള വീട് എന്നത്. ആ അടച്ചുറപ്പുള്ള ഒരു വീട് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ പേര് കൂടിയാണ് പിണറായി വിജയൻ ഗവൺമെൻറ്. 1962 തോന്നുന്നു, അശ്വമേധം എന്ന് പറയുന്ന നാടകത്തിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാടകത്തിലെ കേരളം പാടി നടന്ന് ഇന്നും പാടുന്ന മനോഹരമായ വരിയാണ്, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല. EMSൻ്റെ ഗവൺമെൻറ് മണ്ണിൽ ഇടം കൊടുത്തു, ഭൂമി നൽകി പാവപ്പെട്ടവന്. മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരൻ, ആ ഗവൺമെൻറ്റിൻ്റെ പിന്തുടർച്ചക്കാരൻ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായപ്പോൾ 5 ലക്ഷം അടച്ചുറപ്പുള്ള വീടുകൾ, സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു. ഇപ്പോൾ ലൈഫിൻ്റെ വീണ്ടും തുക 1,160 കോടി രൂപ ലൈഫിന് മാറ്റിവെക്കുന്നു. 1 ലക്ഷം വീടുകൾ ഇനിയും വളരെ വേഗതയിൽ പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ലൈഫിന് തുക വരുന്നു. പോഷകാഹാരം
പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള 562 കോടി രൂപ വരുന്നു. കേര പദ്ധതിക്ക് കാർഷിക രംഗത്ത് പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ഇവിടെ